ഒരു വാർത്തയാണ് പഞ്ചാബിൽ നിന്ന് വരുന്നത്. പഴയൊരു ശത്രുതയുടെ പുറത്ത് അവിടെ 2 സഹോദരങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഒടുക്കം അവരിൽ ഒരാൾ കൊല്ലപ്പെട്ടു. എന്തായിരുന്നു ഗ്രാമവാസികളിൽ ചിലരുമായി അവർക്കുണ്ടായിരുന്ന തർക്കം? ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ചൊവ്വാഴ്ച വൈകുന്നേരം പഞ്ചാബിലെ ബിഷൻപൂർ ജട്ടൻ ഗ്രാമത്തിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. മോട്ടോർ സൈക്കിളിലെത്തിയ 2 ആക്രമികളാണ് ഈ സഹോദരന്മാർക്ക് നേരെ വെടിയുതിർത്തത്. ആക്രമണത്തിൽ മൂത്ത സഹോദരൻ കൊല്ലപ്പെടുകയും ഇളയ സഹോദരന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ബിഷൻപൂർ ജട്ടൻ നിവാസിയായ സോധിയുടെ മകൻ 24-കാരനായ ലവ്പ്രീത് സിംഗ് ആണ് മരിച്ചത്. ഇളയ സഹോദരൻ ഹർഷ്ദീപിനാണ് മാരകമായി പരിക്കേറ്റിരിക്കുന്നത്. ഇയാളെ കപൂർത്തലയിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ അയാൾ ചികിത്സയിലാണുള്ളത്. ਮੇਰਾ ਬ੍ਰਦਰ ਛੋਟਾ ਹੋਰ ਸੀਗਾ, ਉਹਦੇ ਵੀ ਇੱਥੇ ਗੋਲੀ ਵੱਜੀ ਆ, ਉਹਨੂੰ ਹਸਪੀਟਲ ਲੈ ਕੇ ਗਏ ਹਾਂ। ਅੱਛਾ, ਕਿੰਨੇ ਗੋਲੀ ਵੱਜੀ ਉਹਨੂੰ? ਉਹਦੇ ਵੀ ਇੱਕ ਗੋਲੀ ਵੱਜੀ, ਉਹਦੇ ਇਦਾਂ ਖਾ ਕੇ ਨੰਗੀ ਨਾਲ। ਅੱਛਾ ਹਾਂਜੀ, ਉਹ ਦੋਨੇ ਇੱਕ ਕਾਤੇ ਸੀਗੇ? ਇਹ ਵੀ ਮੋਟਰਸਾਈਕਲ ਤੇ, ਇਹ ਵੀ 3 ਜਾਣੇ ਸੀਗੇ। ਅੱਛਾ, ਹਾਂਜੀ। ਤੀਸਰਾ ਕਿੱਥੇ ਆ? ਇੱਕ ਮੁੰਡਾ ਹੋਰ ਸੀਗਾ, ਹਾਂਜੀ, ਉਹ ਵੀ ਇੱਥੇ ਨਾਲ ਹੀ ਆ, ਉਹ ਖੜਾ ਮੇਰਾ, ਉਹ ਵੀ ਯਾਰ ਦੋਸਤ, ਅਸੀਂ ਇਕੱਠੇ ਕੰਮ ਕਰਦੇ। ਅੱਛਾ, ਕੀ ਕੰਮ ਕਰਦੇ ਸੀ? ਅਸੀਂ സാਲਡ ਦਾ ਇੱਥੇ ആർസി ആക്കുന്നത്. ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപത്തെ ശത്രുതയുടെ ഒരു കഥയുണ്ട്. കൊല്ലപ്പെട്ട ലവ്പ്രീത് എന്ന യുവാവ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഗ്രാമത്തിലെ ചില ആളുകളുമായി വാക്ക് തർക്കത്തിലായിരുന്നു. അന്നത്തെ ആ തർക്കത്തിന് ശേഷം ഈ ഗ്രാമവാസികൾ നിരന്തരം ലവ്പ്രീതിനെ ഭീഷണിപ്പെടുത്തുന്നതും പതിവായിരുന്നു. ഇവരുടെ ഭാഗത്തു നിന്നും നിരന്തരം ഇത്തരം ഭീഷണികൾ ആവർത്തിച്ചപ്പോൾ ലവ്പ്രീതിന്റെ അമ്മ അയാളെ നാട്ടിൽ നിന്നും മാറ്റി നിർത്താൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ നാട്ടിൽ നിന്നും പോയി ബന്ധുക്കൾക്കൊപ്പം താമസം ആരംഭിച്ച ലവ്പ്രീതിനെ അമ്മ പലപ്പോഴും അങ്ങോട്ട് പോയി കാണുന്നതായിരുന്നു പതിവ്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം താൻ നാട്ടിലേക്ക് വരട്ടെ എന്ന് ലവ്പ്രീത് അമ്മയോട് ചോദിക്കുന്നത്. ഇപ്പോഴും ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ മകൻ നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ തന്നെ വിലക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അമ്മ അറിയാതെ ലവ്പ്രീത് നാട്ടിലെത്തുകയാണ് ഉണ്ടായത്. ഇയാൾ നാട്ടിലെത്തിയെന്നറിഞ്ഞ ആക്രമികൾ കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു. കൊലപാതകം നടന്നതിന് പിന്നാലെ തന്നെ പോലീസ് എത്തി മൃതദേഹം കസ്റ്റഡിയിലെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് നിന്ന് തെളിവുകൾ ശേഖരിച്ച പോലീസ് ഇപ്പോൾ വിശദമായ അന്വേഷണമാണ് നടത്തുന്നത്. ਸਾਨੂੰ 7:30 ਵਜੇ ਇਨਫੋਰਮੇਸ਼ਨ ਆਈ ਸੀ ਕੰਟਰੋਲ ਤੋਂ ਕਿ ਬਿਸ਼ਨਪੁਰ ਜੱਟਾਂ ਜਿਹੜਾ ਪਿੰਡ ਹੈਗਾ ਆ, ਇੱਥੇ ਇੱਕ ਲੜਕਾ ਜਿਹੜਾ ਹੈਗਾ 24 ਸਾਲ ਦਾ ਲਵਪ੍ਰੀਤ ਸਿੰਘ, ਉਹਨੂੰ 2 ਮੁੰਡਿਆਂ ਵੱਲੋਂ ਗੋਲੀ ਮਾਰੀ ਗਈ ਹੈ ਤੇ ਜਦੋਂ ਇੱਥੇ ਪਹੁੰਚੇ ਤੇ ਮੌਕੇ ਤੇ ਉਹਦੀ ਡੈਥ ਹੋ ਚੁੱਕੀ ਸੀਗੀ। ਬਟ ਜਿਹੜੀ ਸਾਨੂੰ ਅਕਿਊਜ਼ ਬਾਰੇ ਪਤਾ ਲੱਗਿਆ, ਉਹਨਾਂ ਦਾ ਨਾਮ ਇੱਕ ਦਾ ਹੈਗਾ ਗੁਰਪ੍ਰੀਤ ਸਿੰਘ ਸਨ ਆਫ ਜਿੰਦਰਜੀਤ ਸਿੰਘ, ਜਿਹੜਾ ਇਸੇ ਪਿੰਡ ਦਾ ਰਹਿਣ ਵਾਲਾ ਹੈਗਾ, ਤੇ ਦੂਸਰਾ ਹੈਗਾ ਪਰਮ ਸਨ ਆਫ ਅਮਰੀਕ ਸਿੰਘ, ਉਹ ਵੀ ਇਸੇ ਪਿੰਡ ਦਾ ਹੀ ਰਹਿਣ ਵਾਲਾ ਹੈ। ਸਰ, ਕੋਈ ਪੁਰਾਣੀ ਰੰਜਿਸ਼ ਸੀਗੀ ਇਹਨਾਂ ਦੀ? ਕੀ ਸੀਗਾ ਅਜੇ ਪਿੰਡ ਦੀ ਇਨਵੈਸਟੀਗੇਸ਼ਨ ਹੈਗੀ ਆ, ਅਜੇ ਕਹਿੰਦੇ ਆ ਕੋਈ ਪਰਸਨਲ ਇਨਿਮਿਟੀ ਸੀਗੀ ਇਹਨਾਂ ਦੀ, ਤੇ ਉਹ ਅਜੇ ਤਫਤੀਸ਼ ਦਾ ਪਾਰਟ ਹੈ। ਆਪਾਂ ਜਿਹੜੀ ਸਟੇਟਮੈਂਟ ਲੈ ਕੇ ਜਿਹੜਾ ਹੈਗਾ ਉਹ പർച്ച ദർജ് കരാਂਗੇ. സംഭവ സ്ഥലത്ത് നിന്ന് ഫോറൻസിക് സംഘവും എത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. സംഭവം നടന്ന സ്ഥലത്ത് നിന്നൊക്കെ ഒഴിഞ്ഞ ഷെല്ലുകളും മറ്റ് അവശിഷ്ടങ്ങളും ഒക്കെ സംഘം കണ്ടെടുത്തിട്ടുണ്ട്. പ്രതികളെന്ന് സംശയിക്കുന്നവർ ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണുള്ളത്. ഇവർക്കായുള്ള തെരച്ചിലും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തിവരികയാണെന്നും ഇരുവരെയും ഈ ആക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പഴയ വൈരാഗ്യം തന്നെയാണോ ഈ കൊലപാതകത്തിന് കാരണമെന്നും അതോ മറ്റെന്തെങ്കിലും കാരണം ഇതിന് പിന്നിലുണ്ടോ എന്നതും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ മരുമകൻ അമ്മായിയെ ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. വീട്ടിൽ നിന്ന് ജോലിസ്ഥലത്തേക്ക് പോയ ഭാര്യ തിരിച്ചെത്താത്തത് കാണാതെ തിരക്കി ചെന്ന ഭർത്താവ് കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ യുവതിയെയാണ്. എന്താകും അവർക്ക് അവിടെ വെച്ച് സംഭവിച്ചിട്ടുണ്ടാവുക? കഴിഞ്ഞ ദിവസം രാത്രിയാണ് യുവതിയെ മരുമകൻ, അതായത് ഭർത്താവിന്റെ അനന്തരവൻ കൊലപ്പെടുത്തിയെന്ന വാർത്ത പുറത്തുവരുന്നത്. 35-കാരിയായ കാഞ്ചൻ ദേവി എന്ന യുവതിയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്.
പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഖാരി ഗ്രാമത്തിൽ താമസിക്കുന്ന സിയാറാമിന്റെ ഭാര്യയായ 35-കാരിയായ കാഞ്ചൻ നാഗ്രയിലെ ഗഡ്വാർ ടേണിൽ ഒരു ക്ലിനിക്കുണ്ട്. ഈ കൊലപാതകം നടക്കുന്ന അന്ന് വൈകുന്നേരം, അതായത് ഇന്നലെ വൈകുന്നേരം കാഞ്ചന ക്ലിനിക്കിലുണ്ടായിരുന്നു. രാവിലെ ക്ലിനിക്കിലേക്ക് പോയ ഭാര്യ രാത്രി ഏറെ വൈകിയും മടങ്ങിയെത്താതെ വന്നതോടെയാണ് ഭർത്താവ് സിയാറാം കാഞ്ചനെ ഫോണിൽ വിളിക്കുന്നത്. കാഞ്ചൻ ഫോൺ എടുക്കുന്നില്ല എന്ന് കണ്ടതോടെയാണ് സിയാറാം ഇവരെ തിരക്കി ക്ലിനിക്കിലേക്ക് എത്തുന്നത്. ക്ലിനിക്കിലെത്തിയ സിയാറാം കാണുന്നത് ചോരയിൽ കുളിച്ച് മരണപ്പെട്ടു കിടക്കുന്ന കാഞ്ചനെയാണ്. രാത്രി 9 മണിയോടെയാണ് സിയാറാം കാഞ്ചനെ തിരഞ്ഞ് ക്ലിനിക്കിലെത്തുന്നത്. അന്നത്തെ ദിവസം കാഞ്ചനെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയത് ഈ അനന്തരവനായ ബൽകേശ്വർ എന്ന ബിട്ടുവാണ്. ബിട്ടു തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് സിയാറാം പറയുന്നത്. കാരണം ഈ സംഭവത്തിന് ശേഷം ബിട്ടു ഒളിവിലാണ്. അയാളുടെ ഫോണാകട്ടെ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമാണ്. ഇതുതന്നെയാണ് കൊലപാതകി ബിച്ചു തന്നെയാകാമെന്ന സംശയത്തിലേക്ക് പോലീസിനെയും എത്തിച്ചത്. കാഞ്ചനെ ബിച്ചു ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ये आज ये नगरा से गढ़वार मोड़ पर एक महिला जो कंचन देवी है, जिनकी उम्र करीब 35 वर्ष है, इनके पति सियाराम ने सूचना दी कि मेरी पत्नी का इसके चचेरे भतीजे ओंकारेश्वर के द्वारा सर पे लोहे की राड मारकर हत्या कर दी है। तत्काल पुलिस मौके पर पहुंची, साथ ही साथ एफएसएल टीम, डाग स्क्वाड और सभी उच्च अधिकारी पहुंचे हैं। बॉडी को पीएम हेतु भेजा गया है। साथ ही साथ थाना नगरा पर सुसंगत धाराओं में अभियोग पंजीकृत किया गया है और अभियुक्त की गिरफ्तारी हो 3 टीमें लगी हैं। शीघ्र ही गिरफ्तार किया जाएगा उसको। ഏതായാലും പോലീസ് ഇപ്പോൾ കാഞ്ചന്റെ മൃതദേഹം കസ്റ്റഡിയിലെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ്. ക്ലിനിക്കും സീൽ ചെയ്തിട്ടുണ്ട്. കാഞ്ചന്റെ ഭർത്താവായ സിയാറാം ഒരു BSP നേതാവ് കൂടിയാണ്. ഇപ്പോൾ ഇയാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബിട്ടുവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. സംഭവം അന്വേഷിക്കാനും പ്രതിയെ അറസ്റ്റ് ചെയ്യാനും 3 ടീമുകൾ രൂപീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സംഭവത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ച ഉടനെ തന്നെ ASP നോർത്ത് ദിനേഷ് കുമാർ ശുക്ല സംഭവസ്ഥലം പരിശോധിക്കുകയും മറ്റുദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്തിരുന്നു. ഡോഗ് സ്ക്വാഡും FSL സംഘവും സ്ഥലം പരിശോധിച്ചു. നാഗ്രയിലെ ഗദ്വാർ മോഡിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ചന്റെ ഈ ക്ലിനിക്ക് 1 വർഷം മുൻപാണ് തുറക്കുന്നത്. അന്നു മുതൽ തന്നെ ബിട്ടു എന്ന ഈ ക്ലിനിക്കിൽ സ്ഥിരമായി വന്നു പോകാറുണ്ടായിരുന്നു. ഈ സംഭവം നടന്ന ദിവസം കാഞ്ചനും ബിട്ടുവും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നോ എന്നതിലും വലിയ വ്യക്തതയൊന്നുമില്ല. മാത്രമല്ല, മോഷണ ശ്രമമോ മറ്റോ ഈ ക്ലിനിക്കിൽ ബിട്ടു നടത്തിയിരുന്നോ, അത് ഈ കാഞ്ചൻ കണ്ടുപിടിച്ചോ, അതാണോ ഈ കൊലപാതക കാരണമെന്നതിലും ഒരു തെളിവ് പോലീസിന് ലഭിച്ചിട്ടില്ല. രാവിലെ മുതൽ രാത്രി 9 മണി വരെയുള്ള ആ സമയത്ത് ആ ക്ലിനിക്കിനുള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. കൂടാതെ ബിട്ടുവിനായുള്ള തെരച്ചിലും ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ചിത്രകൂടിൽ കഴിഞ്ഞ ദിവസം കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്നലെ വൈകുന്നേരം വീട്ടിൽ നിന്നിറങ്ങിയ യുവാവ് നേരം പുലർന്നപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. എന്താകും ഈ കൊലപാതകത്തിനും പിന്നിലെ കാരണം? ആരാകും ആ കൊലപാതകി? മൃതദേഹത്തിൽ കണ്ടെത്തിയ നിരവധി മുറിവുകൾ അതെങ്ങനെയുണ്ടായി? കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രകൂടിലെ ബാബുംറയ്ക്ക് സമീപം താമസിക്കുന്ന രാംദാസിന്റെ മകൻ രോഹിത് നിഷാദിനെ കാണാതാകുന്നത്. വീട്ടിൽ നിന്ന് പതിവ് പോലെ തന്നെ പുറത്തു പോയതായിരുന്നു അയാൾ. എന്നാൽ തിരിച്ചെത്തേണ്ട സമയമായിട്ടും എത്തിയില്ല. വീട്ടുകാർ ഏറെ നേരം കാത്തിരുന്നു. ഫോണിൽ വിളിച്ചു നോക്കി, ഒരു വിവരവുമില്ല. ഒടുക്കം മകനെ കണ്ടെത്താൻ മറ്റൊരു മാർഗമില്ല എന്ന് വന്നതോടെയാണ് അവർ പോലീസിൽ പരാതി നൽകുന്നത്. പരാതി ലഭിച്ചതിന് പിന്നാലെ തന്നെ പോലീസും രോഹിത്തിനായുള്ള തെരച്ചിൽ ആരംഭിച്ചു. നാട്ടുകാരും വീട്ടുകാരും പോലീസും ഒക്കെ നടത്തിയ തെരച്ചിലിനൊടുവിൽ രോഹിത്തിനെ ജീവനറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബബുംറ എന്ന കവലയ്ക്ക് സമീപം തന്നെയുള്ള ഒരു കുറ്റിക്കാട്ടിലായിരുന്നു രോഹിത്തിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഇതൊരു കൊലപാതകമെന്ന സംശയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രോഹിത്തിന്റെ കുടുംബം ഇപ്പോൾ. എന്നാൽ മകൻ തലേ ദിവസം ആർക്കൊപ്പം പോയെന്നോ, എന്തിനു വേണ്ടി പോയെന്നോ, എങ്ങോട്ട് പോയെന്നോ ഒന്നും ആ മാതാപിതാക്കൾക്കോ അയാളുടെ ഭാര്യയ്ക്കോ അറിയില്ല. അതുകൊണ്ട് തന്നെ കൊന്നതാര്, എന്തിനു കൊന്നു എന്നുള്ളത് കുടുംബത്തിനും പോലീസിനും മുന്നിൽ വലിയൊരു ചോദ്യമായി ബാക്കിയാവുകയാണിപ്പോൾ. ഇനി കൂടെ പോയ കൂട്ടുകാരാകുമോ അവനെ ഇത്ര ക്രൂരമായി ആക്രമിച്ചു കൊലപ്പെടുത്തിയത്? അങ്ങനെയെങ്കിൽ തന്നെ അതിനു പിന്നിലെ കാരണം എന്താണ്? അതുമല്ല, മറ്റാരെങ്കിലും വീട്ടിലേക്ക് മടങ്ങും വഴി രോഹിത്തിനെ ആക്രമിച്ചതാകുമോ? അങ്ങനെ ബാക്കിയാവുന്നത് നിരവധി സംശയങ്ങളാണ്. परिजनों ने जो तहरीर दी
उनमें ये था कि ये घर आए, अंडे रख दिया और उन्होंने कहा कि मैं जा रहा हूँ मछली खाने, खा के आऊँगा, आप लोग खाना खा लीजिएगा। लेकिन वहाँ शराब की दुकान पे कोई विवाद हुआ जिससे उन्होंने 5 लोगों को नामजद किया है और उसी लड़ाई झगड़े के बाद वो घर आ रहे थे, रास्ते में कहीं गिर गए और एक्सेस ब्लीडिंग से इनकी मृत्यु हो गई। परिजनों को भी सवेरे इस बात की जानकारी है। उनकी तहरीर पर मुकदमा लिखा जा रहा है, पंचायतनामा पोस्टमार्टम की कार्यवाही होगी और एविडेंस के आधार पर सभी दोषियों के खिलाफ त्वरित कार्यवाही हम करेंगे। മരിച്ച രോഹിത്തിന്റെ ശരീരത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് നിരവധി മുറിവുകളാണ്. അതുതന്നെയാണ് ഇതൊരു കൊലപാതകമാണെന്ന് കുടുംബം ആരോപിക്കാനുണ്ടായ പ്രധാന കാരണം. ഈ കൊല്ലപ്പെട്ട രോഹിത്തിന് 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമടക്കം 4 മക്കളാണുള്ളത്. ഏതായാലും പോലീസ് മൃതദേഹം കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊരു മദ്യപാനത്തിന് പിന്നാലെയുണ്ടായ കൊലപാതകമാണോ എന്ന സംശയവും പോലീസിനുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തിയും ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.